പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ദുബായിൽ നിന്നും ഷാർജയിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. അതിൻ്റെ ഇത് ദുബായിയുടെ ഡബിൾ ടക്കർ ബസ്സിന് മുകളിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു ചിത്രീകരണമാണ്. മുഴുവനും റോഡ് മാർഗമുള്ള യാത്രയുടെ ചിത്രീകരണമാണ്. നിങ്ങൾക്ക് മടുപ്പുണ്ടാവില്ലെന്ന് തോന്നുന്നു. നല്ല ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. വളരെ ഭംഗിയുള്ള പ്രദേശമാണ്. യാത്രകൾ എപ്പോഴും നല്ലൊരു അനുഭവമാണ്. നിങ്ങൾക്കും സൗകര്യം ഒത്തുവരുമ്പോൾ ഇതുപോലെ യാത്രകൾ ചെയ്യുക. യാത്ര എപ്പോഴും നമ്മുടെ മനസ്സിന് സന്തോഷവും പുതിയൊരു ലോകത്തേക്കും കൊണ്ടെത്തിക്കും. ദുബായിലേക്കും യുഎഇയിലേക്കും വരാം. നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാം. വളരെ വലിയ മന്ദിരങ്ങളും മറ്റുമാണ് ഇവിടെ ഉള്ളത്. ഷാർജ ഏകദേശം മന്ദിരങ്ങളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും ഒരുപാട് ഭൂപ്രദേശമുള്ളൊരു സ്ഥലമാണ്. ദുബായാണ് വമ്പൻ മന്ദിരങ്ങളുള്ളത്. ഷാർജയിലും മന്ദിരങ്ങളുണ്ട്. എന്നാലും ഇത്രത്തോളം കെട്ടിടങ്ങൾ അവിടെ ഉണ്ടാകും തോന്നുന്നില്ല. ദുബായ് ഒരു വൻ നഗരം തന്നെയാണ്. കാണാൻ വളരെ ഭംഗിയുള്ള നഗരമാണ്. അതുപോലെ തന്നെ ഷാർജയും വളരെ ഭംഗിയുള്ള നഗരമാണ്. ഈ യാത്ര നിങ്ങൾക്ക് വരാം. യുഎഇയിലേക്ക് ഏതെങ്കിലും ട്രാവൽ ഏജൻസിൽ നിന്ന് ഒരു വിസ എടുക്കുക. പിന്നെ ഒരു താമസിക്കുന്ന ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുക. പിന്നെ ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റുള്ള സമയത്ത് വന്ന് യുഎഇ വിസിറ്റ് ചെയ്യാം. യുഎഇ എന്നല്ല, ഏത് രാജ്യത്തും ആ രാജ്യത്തെ എക്കണോമിക് ഫ്ലൈറ്റിനൊക്കെ കുറഞ്ഞ സമയത്ത് വരിക, കാണുക. ഇത് ഷാർജയിലേക്ക് പോകുന്ന വഴി ഉള്ള അണ്ടർപാസിൻ്റെ ആണ് കാണിച്ചത്. പല സ്ഥലങ്ങളിലൂടേക്കും കടന്നു പോകുന്നു. വളരെ ഭംഗിയുള്ളതും പല ജംഗ്ഷനുകളും കടന്നു പോകുന്നുണ്ട്. റോഡ് തന്നെ കിലോമീറ്ററുകളോളം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലേക്കും തിരിയേണ്ട റോഡും നഗരങ്ങളും നഗരപ്രാന്ത പ്രദേശങ്ങളുമാണ്. വളരെ ഭംഗിയുള്ളൊരു യാത്രയാണ് ഈ ദുബായ് ബസ് സർവീസിൽ നിന്ന് കിട്ടിയത്. ഡബിൾ ടക്കർ ബസ് AC ബസ്സാണ്. വളരെ ഭംഗിയുള്ള യാത്ര. ഓരോ ജംഗ്ഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ ഓരോ സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് തന്നെ സ്ഥലങ്ങളുടെ പേര് വായിക്കാൻ കഴിയുന്നില്ല. ആയതുകൊണ്ടാണത് പറയാനൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. സ്ക്രീനിൽ കാണുന്ന സൈൻ ബോർഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ഓരോ ബസ് സ്റ്റോപ്പാണ്. അത് ബസ് സ്റ്റോപ്പുകളിൽ വാഹനം നിർത്തിയിട്ട് അവിടെ നിന്ന് യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോകും. ഇത് ബസ് യാത്രയ്ക്ക് ഇവിടെ നിന്നും ഒരു ട്രാവൽ കാർഡ് എടുക്കണം. ഏകദേശം 25 ദിർഹം കൊടുക്കണം. 25 ദിർഹത്തിന് നമുക്ക് ബസ്സിൽ സ്വൈപ്പ് ചെയ്ത് കയറാം. ദുബായിൽ നിന്നും ഷാർജയിലേക്ക് 12 തിരിച്ച് 12 ദിർഹമാണ്. അങ്ങനെ 24 ദിർഹം. നമ്മുടെ കാർഡിൽ 7 ദിർഹം ബാലൻസ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എമൗണ്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നമുണ്ടാവില്ല. സ്വൈപ്പിംഗ് കൃത്യമായിട്ട് നടത്തണം. ഇല്ലെങ്കിൽ അവരുടെ ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ വന്ന് പിടിക്കുകയാണെങ്കിൽ 500 ദിർഹം ആണ് ഫൈൻ അടിക്കുന്നത്. അതിനൊന്നും ഒരു വിട്ടുവീഴ്ച ഇവിടെ ഉണ്ടാവില്ല. നിയമം കറക്റ്റായിട്ട് പാലിക്കുക. ഏതുപോലെയായാലും ശരി തന്നെ എല്ലാം നമുക്കിവിടെ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഭാഷ ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ ഒക്കെ ഇവിടെ ഉപയോഗിക്കാം. മലയാളികൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടുകാർ
ഫിലിപ്പീൻസ്, ഹിന്ദി അറിയുന്ന നമ്മുടെ തെക്കേ ഇന്ത്യക്കാർ എല്ലാം ഒരുപാടുണ്ട്. എല്ലാവരും നല്ല സഹകരണമാണ്. അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ രീതിയിൽ മറുപടി തരും. ഇൻഫർമേഷൻ സെൻ്ററുകളുണ്ട്. എല്ലാത്തിനും നമുക്ക് പ്രധാനപ്പെട്ട അറിവുകൾ നേടാൻ കഴിയും. എവിടെ എങ്ങോട്ട് പോകണം എന്ന് കഴിയും. പിന്നെ ടാക്സി സർവീസുണ്ട്. അത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു രീതിയല്ല. നമ്മുടെ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു രീതിയല്ല. അതുകൊണ്ട് ഈ ബസ് യാത്ര തിരഞ്ഞെടുത്തത് ഷാർജയിലേക്ക്. ഷാർജ ഞാൻ മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ അത് നല്ല രീതിയിലൊരു ചിത്രീകരണം നടത്താൻ കഴിഞ്ഞില്ല. ഇത് വളരെ ഭംഗിയായിട്ടും ഒരു തടസ്സവുമില്ലാതെ നല്ല രീതിയിൽ റോഡ് മാർഗമുള്ള ചിത്രീകരണം നടന്നു. അതികഠിനമായ വേനലാണ്. ഇവിടെ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. അത്രയ്ക്ക് ചൂടാണ്. പുറത്തിറങ്ങാൻ കഴിയില്ല. ബസ്സിൽ AC ആയതുകൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്തു. AC കാർ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പുറത്തിറങ്ങാം. 5 മണിക്ക് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. അതിനുശേഷവും ഭയങ്കര ചൂട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും സൂര്യൻ്റെ കാഠിന്യം അത്രത്തോളം ഉണ്ടാകില്ല. പൈപ്പ് ലൈനിൽ കൂടെ വരുന്ന ജലം തന്നെ നല്ല ചൂടാണ്. അത്രയ്ക്ക് വലിയ ചൂടാണ്. ഇവിടെ ചൂട് സമയത്താണ് ഈത്തപ്പനകൾ പഴുക്കുന്നത്. അതിൻ്റെ സീസണാണ്. ഇനിയിപ്പോൾ സെപ്റ്റംബർ പകുതിയാകുമ്പോൾ തണുത്ത ഒരു കാലാവസ്ഥ ഉണ്ടാകാൻ പോകുന്നു. തണുത്ത കാലാവസ്ഥ എങ്ങനെയാണെന്ന് അനുഭവിച്ചിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം വന്നപ്പോഴും ചൂട് കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥ വളരെയധികം ചൂടാണ് നൽകുന്നത്. തണുത്ത കാലാവസ്ഥ ഉടനെ തന്നെ അനുഭവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഈ യാത്ര കഴിഞ്ഞ് അടുത്ത് ഇതുപോലെ തന്നെ ബസ് മാർഗം ദുബായിലേക്ക്, അബുദാബിയിലേക്കും അജ്മാനിലേക്കുമുള്ള ഒരു യാത്രാ ചിത്രീകരണം ഉണ്ടാവും. ഈ ചൂട് കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ചിത്രീകരണത്തിൽ അത്രയും താമസം പോകാൻ പോകുന്നത്. ആയതിനാൽ നല്ല രീതിയിലുള്ള ചിത്രീകരണം തന്നെ ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. UAE എന്ന മഹാനഗരം തന്നെ വളരെ വിസ്മയമായ ഒരു ലോകം തന്നെ തീർക്കുന്നു. കാണേണ്ട കാഴ്ച തന്നെ. ലോകരാജ്യങ്ങളിൽ ഏറ്റവും തിരക്കും സൗന്ദര്യവുമുള്ള ഒരു നഗരമാണ് ദുബായ്. അതുപോലെ തന്നെ കടപിടിക്കുന്ന നഗരങ്ങളാണ് ഷാർജയും. ഷാർജയിൽ കൂടുതലും അവിടുത്തെ സ്വദേശികളാണുള്ളത്. ദുബായിൽ കൂടുതലും നമ്മൾ വരുന്ന ജനങ്ങളാണ് ഉള്ളത്. വളരെ കുറച്ച് ശതമാനം മാത്രമേ സ്വദേശികളെ ദുബായിൽ കാണാൻ കഴിയുകയുള്ളൂ. അതും രാത്രികാലങ്ങളിൽ മാത്രമേ അവർ കുടുംബമൊത്ത് പുറത്തിറങ്ങുള്ളൂ. ഷാർജയിലാകുമ്പോൾ അങ്ങനെയല്ല. പകൽ സമയങ്ങളിലും അവർ പുറത്തിറങ്ങുന്നുണ്ട്. മാർക്കറ്റിലും മറ്റും അവർ വരുന്നുണ്ട്. എല്ലാവരും നല്ല ഭംഗിയും നല്ല രീതിയിലുള്ള പെരുമാറ്റമുള്ള ആൾക്കാരാണ്. അറബിക് ഭാഷ നമുക്കൊരു പ്രശ്നമായതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. ഒരു ഹൈ പറഞ്ഞ് മാത്രം പോകാം. നല്ലവണ്ണം ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരുമുണ്ട്. അവരുമായിട്ട് സഹകരിക്കാൻ പല രീതിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് അവരിലൂടെ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടുത്തെ പല കാര്യങ്ങളും എവിടെ എന്തെല്ലാം ഉണ്ട് കാണുവാൻ എല്ലാം നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ട്രാവൽ ഗൈഡ് തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി നമുക്ക് സഞ്ചരിക്കും. വളരെ രസമുള്ള സ്ഥലങ്ങളാണ്. ഷാർജയിലേക്ക് പോകുന്ന വഴി തന്നെ ഭയങ്കര രസമാണ്. ദുബായിക്കാളും മന്ദിരങ്ങളുടെ ബാഗിലും
വളരെ കുറവാണ്. എങ്കിലും നല്ല പച്ചപ്പും ഈ പ്രദേശങ്ങളെല്ലാം കൂടുതൽ പച്ചപ്പുള്ള ഏരിയയാണ്. സിറ്റിയോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെ എങ്കിലും ചെറിയ രീതിയിലുള്ള വനവൽക്കരണം നഗരത്തിൽ നടത്തിയിട്ടുണ്ട്. കാണാൻ തന്നെ ഭംഗിയാണ്. പല നിർമ്മിതികളും പല മ്യൂസിയങ്ങളുടെ ബോർഡും ഇതുവഴി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴി തന്നെ വളരെ നല്ല രീതിയിലുള്ളത് യാത്ര, ഒരു ലോങ് യാത്രയാണ്. ഏകദേശം ഒരു മണിക്കൂറോളം അതിന് മുകളിലുണ്ടാവും യാത്ര. നല്ലൊരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ദുബായും ഷാർജ റൂട്ട് വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ അതിൻ്റെ സൈൻ ബോർഡുകൾ മിക്കവാറും കാണിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. യാത്രയുടെ പരമമായ സുഖം തന്നെ ഇതിൽ അനുഭവിക്കാൻ കഴിയുന്നു. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോയിൽ നല്ല രീതിയിലുള്ള സ്ഥലങ്ങളും റോഡും വാഹനങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ടുള്ള രസമുള്ള ഒരു കാഴ്ച തന്നെ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നു എന്നെനിക്ക് തോന്നുന്നു. വളരെ ഭംഗിയുള്ള പ്രദേശങ്ങളാണ്. ഇതിലൂടെയുള്ള യാത്ര തന്നെ നല്ല രസമുള്ള, വാഹനത്തിൽ നല്ലവണ്ണം AC പ്രവർത്തനമുണ്ട്. ഒരു കുലുക്കവുമില്ല. ഒരു പ്ലെയിനിൽ പോകുന്ന അവസ്ഥ. അത്രയ്ക്ക് ഭംഗിയുള്ള ഡബിൾ ഡെക്കർ ബസ്സാണ് ഇത്. മിക്കവാറും ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ബസ്. സാധാരണ ഇവിടെ നിന്നുള്ള ജോലിക്കാരും ഷാർജയിലേക്ക് ഇതിൽ പോകുന്നുണ്ട്. ഓരോ 35 മിനിറ്റ് ഇടവിട്ട് ദുബായിൽ നിന്നും ഷാർജയിലേക്കുണ്ട്. അവിടെ നിന്ന് തിരിച്ച് ബസ് സ്റ്റാൻഡ്, ഷാർജയിൽ നിന്നും ബസ് സ്റ്റാൻഡ് ബസ് തിരിച്ച് അവിടെ നിന്ന് ഏകദേശം 30-35 മിനിറ്റ് ഉണ്ട്. ഏകദേശം രാത്രി 10:30 മണി വരെ ബസ് സർവീസ് ഷാർജയിൽ നിന്ന് തിരിച്ച് ദുബായിലേക്ക് ഉണ്ടാവും. തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു മീൻ മാർക്കറ്റും പഴം പച്ചക്കറി മാർക്കറ്റും എല്ലാം ഉണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ചൂട് കാരണം ഒറ്റ മനുഷ്യർ പോലും പുറത്തില്ല. എല്ലാവരും വാഹനങ്ങളിൽ തന്നെ യാത്ര. അതികഠിനമായ ചൂടാണ്. പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അത്രയ്ക്ക് അതികഠിനമായ ചൂടാണ്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. മരീചിക പോലെ ഇങ്ങനെ റോഡും മണലാരുണ്യവും കിടക്കുന്നു. അതിനുള്ളിൽ കെട്ടിടങ്ങളും വളരെ ഉയർന്ന നിലയിലുള്ള കെട്ടിടങ്ങളും കാണാം. ബസ്സിൻ്റെ മുകളിൽ മുൻ സീറ്റ് തന്നെ കിട്ടിയതുകൊണ്ട് ഒരു ആകാശത്തിൽ നിന്നും എടുത്ത കാഴ്ച പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുമായിരിക്കാം. ഇത്രയ്ക്ക് ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഈ ചിത്രീകരണത്തിൽ നേരത്തേക്ക് അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു തുടക്കക്കാരനായ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ചിത്രീകരണത്തിൽ തന്നെ, അതുപോലെ എഡിറ്റിങ്ങിലും സംഭവിച്ചിട്ടുണ്ട്. അതിലും ഓരോ കാര്യങ്ങളും പഠിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നല്ല അനുഭവങ്ങൾ നിങ്ങളിൽ എത്തിക്കുവാൻ കഴിയുന്നു എനിക്ക്. യു എയിൽ വരുവാൻ തന്നെ ഒരു പ്രത്യേക കാരണമൊന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ഇവിടെ ഒരു സന്ദർശനം നടത്താം എന്നുള്ള രീതിയിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വന്നത്.
അല്ല യൂട്യൂബിന് വേണ്ടിയല്ല, ചെറിയ സന്ദർശനവും അതിനോട് യൂട്യൂബിൻ്റെ ചിത്രീകരണവും നടത്താം, അത് നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിലാണ്. ഇനിയിപ്പോൾ എന്നാണ് യുവിയിലേക്ക് വരാൻ കഴിയുമെന്നുള്ളത് അറിയാൻ പാടില്ല. എങ്കിലും നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് മാക്സിമം കാണിക്കാൻ ഞാൻ ശ്രമിക്കും. ഷാർജ ഭാഗത്തൊക്കെ വണ്ടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബസ് ഇത് ഷാർജ ബസ് ടെർമിനലിനടുത്തുള്ള ഒരു മസ്ജിദാണ്. ജംഗ്ഷനിൽ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു നഗരം കാഴ്ചയാണ്. ഒരുപാട് വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. റോഡിൻ്റെയും മറ്റ് അനുബന്ധമായ വർക്കുകളും അവിടെ നടക്കുന്നുണ്ട്. ഷാർജയിൽ വമ്പൻ മന്ദിരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എല്ലാ നമുക്കറിയപ്പെടുന്ന വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളും അതുപോലെ ഹൈപ്പർ മാർക്കറ്റുകളും മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും അതിൻ്റെയൊക്കെ ഷോറൂം ഒരുപാട് ഈ പ്രദേശങ്ങളിലുണ്ട്. എല്ലാം തന്നെ ഈ യാത്രയിൽ കൂടെ കാണിക്കുകയാണ്. നല്ലൊരു മസ്ജിദാണ് ഈ കാണുന്നത്. ഷാർജ ഇത് റൗണ്ട് ചെയ്ത് തിരിച്ച് ഇതുവഴി തന്നെ വീണ്ടും ബസ് സ്റ്റേഷനിലേക്ക് പോകും. അവിടെ കാണുന്ന ഉയർന്ന മന്ദിരങ്ങളാണ്. വളരെ വൃത്തിയായി കുലീനമായും അവർ സൂക്ഷിക്കുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന്. നമ്മൾ കൃത്യമായി അതെല്ലാം കണ്ട് അനുസരിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യവും സുന്ദര രാജ്യമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. നല്ല ബോധപൂർവമുള്ള നല്ല പ്രവർത്തികളിലൂടെ നമുക്കും സുന്ദരമായിട്ടുള്ള ഒരു രാജ്യം തന്നെ ഇപ്പോഴുള്ളത്. അത് ഇതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ഭംഗിയാക്കാം ശ്രമിക്കാം എന്ന് നമ്മൾ ദൃഢനിശ്ചയം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം വളരെ ഭംഗിയുള്ള രാജ്യമായി മാറും. ഇപ്പോൾ ഭംഗിക്ക് കുറവൊന്നുമില്ല. ചില നവീകരണങ്ങളും നമ്മുടെ ശുചിത്വമായുള്ള ചിന്തയും കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായ ഒരു രാജ്യം തന്നെ ആയി മാറ്റിയെടുക്കാൻ കഴിയും. ഓരോ വിനോദസഞ്ചാരികളും വന്ന് കണ്ണു തള്ളുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും. എല്ലാ രാജ്യങ്ങളും അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിനോദസഞ്ചാരത്തിൽ കൂടെ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ലോകരാജ്യങ്ങൾ തമ്മിൽ മത്സരമാണ് നടക്കുന്നത്. ഓരോരുത്തർ ആര് മുന്നിലെത്തും. ടൂറിസത്തിൽ കൂടെ വളരെ നല്ല രീതിയിലുള്ള വികസനം ഉണ്ടാക്കുവാൻ വേണ്ടി രാജ്യങ്ങളെല്ലാം മത്സരിക്കുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ രാജ്യവും മത്സരിക്കാൻ അത് വളരെ അനിവാര്യമാണ്. നല്ല രീതിയിലുള്ള ചിത്രീകരണങ്ങൾ ജനങ്ങളുടെ മനസ്സുകളിൽ എത്തിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ആകാംക്ഷയും അവിടെ വന്നിട്ട് പോകണമെന്നുള്ള ഒരു തോന്നലും ഉണ്ടാവും.
വിനോദസഞ്ചാരികൾക്ക് അത് കൂടുതൽ നല്ലൊരു അനുഭവമായി മാറും. അവരിൽ കൂടെയുള്ള പരസ്യത്തിൽ കൂടെ തന്നെ നമുക്ക് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതിൻ്റെ കൂടെ നമ്മുടെ നല്ലൊരു സപ്പോർട്ടും നമ്മുടെ നല്ലൊരു പെരുമാറ്റവും സ്റ്റേറ്റുകളായാലും ശരി തന്നെ, മറ്റുള്ള ചെറിയ ചെറിയ ജില്ലകളാണെങ്കിലും ശരി തന്നെ ഉള്ളത് ഭംഗിയായിട്ട് നമുക്ക് അവരുടെ മുന്നിൽ കൊണ്ട് എത്തിക്കുകയും കാണിക്കുകയും കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു പ്രവൃത്തിയായി മാറും. രാജ്യം അതുവഴി വികസിക്കും. ഷാർജ റൗണ്ട് ബോട്ടിൽ ആണ് ഇപ്പോഴും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിശാലമായ ഏരിയയാണ്, ഒരുപാട് ഏരിയ ഉണ്ട്. ഇതിനടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. ഈ വേനലിൻ്റെ അതികഠിനമായ ചൂടുകൊണ്ട് ഈ സമയത്ത് ആ ഹോട്ടലിലേക്ക് പോകാൻ കഴിയില്ല. ഏകദേശം ഷാർജ ബസ് സ്റ്റേഷനിൽ നിന്നും ഒരു 2-3 കിലോമീറ്റർ ദൂരെയാണ് ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനിയൊരു അവസരത്തിൽ പോകുമ്പോൾ ആ പോർട്ടിൻ്റെ ചിത്രീകരണം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കും. വളരെ ഭംഗിയുള്ള കാഴ്ചയായിരിക്കും. ഈ വെള്ളാരം മണലും വെള്ളി വെളിച്ചവും കണ്ണിന് തന്നെ വളരെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഈ പ്രകാശം കണ്ണിന് നല്ലവണ്ണം ബാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കൂളിംഗ് ഗ്ലാസ് അങ്ങനെയുള്ള ഗ്ലാസ് എന്തെങ്കിലും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പുറത്ത് ഈ വെളിച്ചത്തിൽ ഇറങ്ങാൻ കഴിയുള്ളൂ. മണലിൻ്റെ റിഫ്ലക്ഷനും സൂര്യപ്രകാശവും എല്ലാം കൂടെ കണ്ണിന് വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കുന്നുണ്ട്. അത്രയ്ക്ക് കഠിനമായ പ്രകാശവും ചൂടും ഒക്കെ ആണ്. ഇവിടെ നിന്നും ഷാർജ ബസ് സ്റ്റാൻഡിലേക്ക് ഇനി കുറച്ച് ദൂരം കൂടിയുണ്ട്. ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ബസ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു റോഡ് ചിത്രീകരണം ചെയ്യാൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തി എനിക്ക് ഈ വീഡിയോയിൽ വളരെയധികം ഉണ്ട്. നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോരുത്തരും നല്ല അഭിപ്രായങ്ങൾ കമൻ്റായി തന്നെ രേഖപ്പെടുത്തണം. എല്ലാവർക്കും കമൻറ്റും പറയാം. നല്ലതും പുരോഗതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള നല്ല കമൻറ്റുകളും, കുറ്റമുണ്ടെങ്കിൽ കുറ്റവും പറയാം. എല്ലാം കണ്ടും കേട്ടും മാത്രമേ ഈ ഒരു സംരംഭത്തിൽ കൂടുതൽ വളരാൻ കഴിയുകയുള്ളൂ. തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കണ്ട് പഠിച്ച് അതുവഴി നമുക്ക് വരാം. ഇത് ഇവിടുത്തെ ഒരു ഡേ ടു ഡേ എന്ന ഒരു മൾട്ടി മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും കിട്ടും. ചൈനീസും മറ്റു രാജ്യങ്ങളുടെ നിർമ്മിതി സാധനങ്ങളും 1 to 10 എന്നുള്ള രീതിയിലാണ് അവരുടെ കച്ചവടം. ഇപ്പോൾ അത് 1 to 20 അങ്ങനെ എന്താക്കി നെസ്റ്റോയുടെ സ്ഥാപനങ്ങൾ. നമ്മുടെ ജിപാസിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമാണ് നെസ്റ്റോ. ഒരു മൾട്ടി ഹൈപ്പർ മാർക്കറ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. ലുലുവിൻ്റെ മാർക്കറ്റ്, ഒരുപാട് മൾട്ടി മാർക്കറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വമ്പൻ സ്റ്റാർ ഹോട്ടലുകളും
മറ്റുള്ള സൗകര്യങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ് ഷാർജ സിറ്റി. കെട്ടിടങ്ങളുടെ നിഴലിൽ இதே இப்போ ஒரு 100 நிமிஷம் வந்துருக்கு. அவங்க அக்கௌண்ட்டுக்கு அனுப்பிடவா என்ன இது என்ன இது இதெல்லாம் சொல்லுங்க. அப்போ மெசேஜ் சேர்த்து போட்டு கொடுத்துருக்கோம். الموقف التالي شارع الملك فيصل سوق الذهب القديم. Next stop is Sharjah King Faisal Road, Gold Souk. How